ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമുക്ക് ഈസി ആയിട്ടും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 12 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ഡയറ്റിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. യോഗർട്ട് ഫ്രൂട്ട് ബൗൾ. ഇതിന് വേണ്ടി ഞാനിവിടെ ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴം, കുറച്ച് ഗ്രേപ്സ്, ഒരു 3 ഡേറ്റ്സ്, പിന്നെ ഒരു ആപ്പിൾ. ഇത്രയാണ്. ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സോൾട്ടഡ് പീനട്ട്സും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗളിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ യോഗർട്ട്, അധികം പുളിയില്ലാത്ത കട്ടത്തൈര് എടുക്കുക. അത് നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിലെ കട്ടകളൊക്കെ മാറി നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടുന്നത് വരെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ആപ്പിൾ, ഗ്രേപ്സ്, നമ്മുടെ ബനാന. അത് പാത്രം ചെറുതായതുകൊണ്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളെല്ലാം കട്ട് ചെയ്ത ഫ്രൂട്ട്സും പീനട്ട്സും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ യോഗർട്ടും ഈ ഫ്രൂട്ട്സും കൂടെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ക്രഞ്ചിനെസ്സും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടെ ചേർക്കുമ്പം ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് കിട്ടും. നമുക്ക് ഹണി ആണെങ്കിൽ ഹണി, അല്ലെങ്കിൽ ഞാനിവിടെ കാരമൽ സിറപ്പാണ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഡേറ്റ്സിൻ്റെ മധുരം കൂടെ ഉണ്ടാവും. പിന്നെ ഒന്നുമില്ല, അത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അടുത്ത നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മക്രോണി ട്യൂണ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊത്തിയരിഞ്ഞ സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരല്പം ഉപ്പും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായി ചോപ്പ് ചെയ്ത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളി ഉടയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ ഇവിടെ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള മക്രോണിയും കൂടെ ചേർത്ത് കൊടുക്കാം. മക്രോണിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ മക്രോണിലേക്ക് നന്നായിട്ട് പിടിക്കണം. എന്നിട്ട് അതിലേക്ക് അല്പം കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടിന്നിലുള്ള ട്യൂണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടിന്ന് ട്യൂണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് കുരുമുളകും കൂടെ ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ട് കിട്ടുന്നതാണ്. അടുത്ത നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഈസി പാൻ കേക്കാണ്. ഇതിന് വേണ്ടി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പഴം, നേന്ത്രപ്പഴമോ ഫിലിപ്പീൻ പഴമോ ഏത് പഴമാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. അതിലേക്ക് കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയും ഒരല്പം വാനില എസെൻസും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. പഴമൊക്കെ നന്നായിട്ടൊന്ന് അടിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പും ആവശ്യത്തിനുള്ള മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നെയ്യോ ഓയിലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബട്ടർ, നെയ്യോ ഓയിൽ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് പാൻ കേക്കുകൾ ചുട്ടെടുക്കാം. പാൻ കേക്ക് ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. മാവ് ഒഴിച്ച് കഴിഞ്ഞ് ഇതുപോലെ ചെറിയ ബബിൾസ് വന്ന് തുടങ്ങുമ്പോഴാണ് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. വളരെ സൂക്ഷിച്ച് പതുക്കെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അടിയിൽ ഒരു കരിഞ്ഞ കളർ വരാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് വളരെ സൂക്ഷിച്ച് വേണം പാനിൽ നിന്നൊക്കെ എടുക്കാൻ. കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കിതൊക്കെ ഒന്ന് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പഴമൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാ പാൻ കേക്കും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഹണി, ചോക്ലേറ്റ് സിറപ്പോ പാൻ കേക്ക് സിറപ്പ് ഇതിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വളരെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇത്.
ഇനി ഇവിടെ കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. നമ്മൾ ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുത്ത് അതിലേക്ക് ഉപ്പും ഒരു ഇളം ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല പരുവത്തിൽ കുഴച്ചെടുക്കണം. അപ്പോഴാണ് ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ചപ്പാത്തി സാധാ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുത്താൽ നല്ല ബബിൾസ് ഒക്കെ ആയിട്ട് നല്ല പൊങ്ങി വരുന്നുണ്ട്. ഇത് നമുക്ക് എത്ര നേരം ഇരുന്നാലും വൈകുന്നേരം വരെയൊക്കെ ഇരുന്നാലും ഹാർഡൊന്നും ആവാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഇതിൻ്റെ മുകളിൽ അല്പം നെയ്യും കൂടെ സ്പ്രെഡ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താലൊക്കെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ഈസി റെസിപ്പി എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത റെസിപ്പി ഒരു അറബിക് ഡിഷാണ്, ചിക്കൻ ഫത്തേ. ഇതിന് വേണ്ടി നമ്മൾ ഒരല്പം ഫസ്റ്റാണ് നമ്മൾ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ ബോൺലെസ് പീസസ് ആയിട്ടുള്ള സ്മോൾ ഇതാക്കി കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ പീസസിലേക്ക് നമ്മൾ യോഗട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി 5 മിനിറ്റ് വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുബൂസാണ് വേണ്ടത്. കുബൂസ് നമ്മളതുപോലെ സ്ക്വയർ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് ഈ ചിക്കൻ പൊരിച്ച് മാറ്റി വെച്ച ആ എണ്ണയിലിട്ട് കുബൂസും കൂടെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒരല്പം ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതിന് യൂസ് ചെയ്യുന്നത് കടലയാണ്, വെള്ളക്കടല, വൈറ്റ് ചന. ഇത് നമ്മൾ ക്യാൻഡ് ചനയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുക്ക്ഡ് ആണ്, അതുകൊണ്ട് ജസ്റ്റ് വെള്ളം തിളപ്പിച്ച് അതിലിട്ടൊന്ന് ബോയിൽ ചെയ്തെടുത്ത് ഊറ്റി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്, യോഗട്ട്, തിക്ക് യോഗട്ടും അതിലേക്ക് ഒരു 1/2 കപ്പോളം തഹീനി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സ്മോളാക്കി കട്ട് ചെയ്തിട്ടുള്ള ക്രഷ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് കുറച്ചല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് വിളമ്പുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലെയറായിട്ടാണ് വിളമ്പുന്നത്. ഫസ്റ്റ് കുബൂസ് പീസസ്, അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ, അതിൻ്റെ മുകളിലേക്ക് കടല, പിന്നെ നമ്മുടെ ഈ സോസ്, ലാസ്റ്റ് പിന്നെ ഒരല്പം നെയ്യിൽ വറുത്തെടുത്ത് കാഷ്യൂം കൂടെ ചേർത്താൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ഇതിന് നമ്മൾ കുക്കിംഗ് ഒന്നുമില്ലാത്ത നോ കുക്കിംഗ് മെത്തേഡാണ്. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് പുഴുങ്ങിയ മുട്ട മാത്രം മതി. ഇതിന് നമുക്ക് 2 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പുഴുങ്ങിയ മുട്ട നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. വളരെ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെ വെജിറ്റബിൾസ് വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റും ഒരു കുക്കുംബറും മാത്രമാണ്. ക്യാരറ്റ് ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. വളരെ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്താലാണ് അത്രയും നല്ലത്. അതാകുമ്പോൾ കുട്ടികളൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിച്ചോളും, ഇല്ലെങ്കിൽ അവരിതൊക്കെ പറക്കിയെടുത്ത് കളയാൻ തുടങ്ങും. പിന്നെ കുക്കുംബർ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഓണിയനും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം മല്ലിയില. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ബൈൻഡിങ് ഏജൻ്റായിട്ട് നമ്മൾ മയോണൈസാണ് ചേർക്കുന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മയോണൈസ്, അല്ലെങ്കിൽ ക്രീം ചീസ്, അല്ലെങ്കിൽ നമുക്ക് യോഗട്ട്, തിക്ക് യോഗട്ട്, എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മയോണൈസും കൂടെ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്, കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവുക മയോണൈസ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ മയോണൈസ് ചേർത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകിൻ്റെ ഒരു പകുതി കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. കൂടുതലൊന്നും ചേർക്കുന്നില്ല. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. അദ്ദേഹം പറയാൻ വിട്ടുപോയതാണ്. ഉപ്പും കൂടെ ചേർത്ത് ഈ വെജിറ്റബിൾസിനൊക്കെ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് ഞാനൊരു പീസ് പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഏത് തരം ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സാൻഡ്വിച്ച് ബ്രെഡോ മിൽക്ക് ബ്രെഡോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡിലേക്ക് നമുക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മളിവിടെ പ്ലെയിൻ ബ്രെഡ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഫില്ലിങ് കുറച്ചും കൂടെ ഹെൽത്തി ആക്കണം എന്നുള്ളവർക്ക് നമുക്ക് മയണൈസിന് പകരം ഉള്ളൊരു ഓപ്ഷനാണ് യോഗേർട്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ബ്രെഡിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് ചേർത്ത് കൊടുത്ത് പുറത്തേക്ക് പോകാത്ത രീതിയിൽ നന്നായിട്ട് ഉള്ളിൽ തന്നെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ 2 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫില്ലിംഗ് ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മറ്റേ ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നു. ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് പതിയെ നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ വളരെ നൈസായിട്ട് വേണം നമ്മൾ ഇത് കവർ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഒരുപാട് അമർത്തി കഴിഞ്ഞാൽ ഇതെല്ലാം പുറത്ത് ചാടി ആകെ വൃത്തികേടാവും. അപ്പോൾ നമ്മൾ വളരെ പതിയെ നല്ല സോഫ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. ട്രയാങ്കിളായിട്ടോ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഈസി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇത്. ഇനി കാണിക്കാൻ പോകുന്നതും ഒരു സാൻഡ്വിച്ച് റെസിപ്പി തന്നെയാണ്. ഇത് നമ്മൾ ചിക്കൻ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ച ചിക്കൻ ജസ്റ്റ് നമ്മൾ പിച്ചി എടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, ഓണിയൻസ്, പിന്നെ മല്ലിയില, പിന്നെ കുറച്ച് മയണൈസും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനും മയണൈസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ വെജിറ്റബിൾസ് എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. വെജിറ്റബിൾസിൻ്റെ ഓൾറെഡി നമ്മൾ എഗ്ഗും ഉണ്ടാക്കിയപ്പോൾ അതിൽ വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ട് ചിക്കൻ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അല്പം കൂടെ മയണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം. ഞാനിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്ലൈസിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയണൈസും ചിക്കനും കൂടിയിട്ടുള്ള മിക്സ് ചേർത്ത് കൊടുക്കാം. നല്ല സൈഡിലേക്കൊക്കെ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് വെച്ച് കൊടുക്കണം. ഇനി അടുത്ത ബ്രെഡിൽ നമ്മൾ ചേർക്കുന്നത് ഒരു മിൻറ്റ് ചട്നിയാണ്. അതിൻ്റെ റെസിപ്പി എൻ്റെ കയ്യിൽ മിസ്സായിപ്പോയി. അതൊന്നുമില്ല, നമ്മൾ കുറച്ച് കോക്കനട്ട് 2-3 ടേബിൾ സ്പൂൺ കോക്കനട്ടും, ഒരു പിടി മല്ലിയില, ഒരല്പം പുതിനയില, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ് ഈ മിൻറ്റ് ചട്നി. നല്ലൊരു ഫ്ലേവറുള്ള ഒരു ചട്നിയാണിത്. അടുത്ത ബ്രെഡ് സ്ലൈസിലേക്ക് നമ്മൾ ഈ മിൻറ്റ് ചട്നി ചേർത്ത് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ആവുന്ന രീതിയിൽ പുറത്തൊന്നും പോവാതെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കൻ മയണൈസുള്ള ബ്രെഡ് എടുത്തിട്ട് മീൻ ചട്നിയുള്ള ബ്രെഡിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. ഇനി അടുത്ത ബ്രെഡ് എടുത്തിട്ട്
ഇപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് നമ്മൾ അങ്ങനെ ഒന്നിച്ച് വെക്കുന്നുണ്ട്. ഇനി നമ്മളിത് കവർ ചെയ്തെടുക്കാനുള്ള മൂന്നാമത്തെ ബ്രെഡാണിത്. അതിലേക്ക് നമ്മളൊരല്പം കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് ആവശ്യത്തിന് കുറച്ചധികം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു കളർ കിട്ടുള്ളൂ. നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് 3 കളറിൽ കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കെച്ചപ്പും കൂടെ ചേർക്കുന്നത്. മൂന്നാമത്തെ ലെയറും കൂടെ വെച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് അമർത്തി പ്രസ് ചെയ്യരുത്. വളരെ സോഫ്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഞാനൊരു അടുത്തൊരു ബാച്ച് ബ്രെഡും കൂടെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. 2 സാൻഡ്വിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. നല്ല ബ്രെഡാണെങ്കിൽ നമുക്ക് പൊടിയാതെ നല്ല സെറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ അതിൻ്റെ ഉൾവശം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 3 കളറുകളായിട്ട് നല്ല ഭംഗിയായിട്ടില്ലേ കാണാൻ. നമ്മുടെ കെച്ചപ്പിൻ്റെ മീൻ ചട്നിയും ചിക്കനും കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഈസി ആയല്ലേ, നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയുമില്ലല്ലോ, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുമല്ലോ. അടുത്ത റെസിപ്പി നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ സാൻഡ്വിച്ച് മേക്കർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ സാൻഡ്വിച്ച് മേക്കർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് ഓണാക്കിയിട്ടാൽ അത് ചൂടായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടർ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എഗ്ഗ് അതേപോലെ ചേർത്ത് കൊടുക്കുകയാണ്. പൊട്ടിച്ചൊഴിച്ചിട്ടൊന്നുമില്ല, ബുൾസൈ മോഡൽ എഗ്ഗ് 2 എണ്ണം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അത് പതുക്കെ നമുക്കത് മാറ്റിയെടുക്കാം. നമ്മളിത് എഗ്ഗ് ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊരു അതിൻ്റെ ലൈറ്റ് റെഡ് മാറി ഗ്രീൻ മാറി റെഡ് ആകുമ്പോൾ തന്നെ അത് കുക്കായിട്ടുണ്ടാവും. എഗ്ഗ് നല്ല കുക്കായിട്ടുണ്ടാവും. ഇനി എഗ്ഗ് നമ്മൾ പതുക്കെ അവിടെ നിന്ന് മാറ്റിയെടുക്കാം. ഇനി വീണ്ടും നമ്മളിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇട്ടാലാണ് ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് 2 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള സ്പ്രെഡൊക്കെ ചേർത്ത് കൊടുക്കാം. മയണൈസ് ആണെങ്കിൽ മയണൈസ് ചേർത്ത് കൊടുക്കാം. കെച്ചപ്പ് ആണെങ്കിൽ കെച്ചപ്പ്. ഞാനിവിടെ ഒരു സൈഡിൽ മയണൈസും ഒരു സൈഡിൽ ക്രീം ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ മയണൈസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ക്രീം ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് രണ്ടും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെഡാർ ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു സ്ലൈസ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഒരു ചീസ് സ്ലൈസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് 2ലേക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഞാൻ മൊസറല്ല ചീസാണ്, ഗ്രേറ്റഡ് മൊസറല്ല ചീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുമില്ല, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് വളരെ സൂക്ഷിച്ചെടുത്ത് വെക്കണം, പൊട്ടാതെ. നമ്മൾ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നമ്മൾ അടുത്തൊരു ബ്രെഡ് കൊണ്ട് ഇത് കവർ ചെയ്തെടുക്കുന്നു. എന്നിട്ട് സാൻഡ്വിച്ച് മേക്കർ ക്ലോസ് ചെയ്യുക. നമ്മളത് ലൈറ്റ് ഓൺ ചെയ്യാം. അതൊരു 5-10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ട് കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. മുകളിലെ കളറൊക്കെ നല്ല മാറിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള എഗ്ഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുത്തൊരു ഈസി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. അടുത്തത് നമ്മളൊരു സാൻഡ്വിച്ച് മേക്കർ യൂസ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഇതിന് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്, ഞാനിവിടെ ഓണിയൻ മാത്രമാണ് ചേർക്കുന്നത്. വളരെ തിന്നായിട്ടുള്ള സ്ലൈസ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഉള്ളി ചേർക്കുന്നുണ്ട്. പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, പിന്നെ ഒരു ചെറിയ പീസ് തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ മൊസറല്ല ചീസാണ് ചേർക്കുന്നത്. മൊസറല്ല ഫ്രീസറിൽ ഇച്ചിരി കട്ട പിടിച്ച് പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സാൻഡ്വിച്ച് മേക്കറിലേക്ക് നമുക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഈ സാൻഡ്വിച്ച് മേക്കറിൽ ഇതൊഴിച്ച് നമ്മളത് മൂടി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ എഗ്ഗ് കുക്ക് ചെയ്ത പോലെ ഇത് നമുക്ക്
അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് കുക്കായിട്ട് കിട്ടും. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയെടുക്കാം. അപ്പോൾ എഗ്ഗൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ സാൻഡ്വിച്ച് മേക്കറിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ബ്രെഡ് സ്ലൈസസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ക്രീം ചീസാണ്. ക്രീം ചീസും കെച്ചപ്പും എല്ലാം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാം, സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ രണ്ടാൾക്കും രണ്ട് ഇഷ്ടങ്ങളായതുകൊണ്ടാണ് ഒരാൾക്ക് കെച്ചപ്പ് വിത്ത് ക്രീം ചീസ്, ഒരാൾക്ക് ക്രീം ചീസ് മാത്രമായിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളത്. ഇനി ഓരോ സ്ലൈസ് ടൊമാറ്റോയും ഓരോ സ്ലൈസ് ഓണിയനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓംലെറ്റ് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ചീസൊക്കെ മെൽട്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിങ്ങനെ കാണുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത സ്ലൈസ് ബ്രെഡും കൂടെ വെച്ച് നമ്മളിത് ക്ലോസ് ചെയ്ത് നന്നായിട്ട് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ബ്രെഡും കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മൊസറല്ല ചീസ് ആകെ മെൽട്ടായിട്ട് ആകെ ഒലിച്ചു പോയിട്ടുണ്ട്. അതാണ് സാൻഡ്വിച്ച് മേക്കറൊക്കെ ആകെ വൃത്തികേടായത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് നമ്മളെ മലയാളീസിൻ്റെ പ്രിയപ്പെട്ട വിഭവമായിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയാണ്, പ്രത്യേകിച്ച് റെസിപ്പി പറയേണ്ട ആവശ്യമൊന്നുമില്ല. മൈദപ്പൊടിയിലേക്ക് നമ്മളൊരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ക്ലിയറായിട്ട് കിട്ടുന്നവരെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മളിവിടെ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. ജസ്റ്റ് ഞാൻ ഹാഫാക്കി കട്ടാക്കിയിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഓരോ പഴങ്ങളും ഈ മാവിലിട്ട് മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ, പ്രത്യേകിച്ച് ഇതിൻ്റെ റെസിപ്പി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്, റവ ഉപ്പുമാവ്. അതിനാവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണ, ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതിയും കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്തത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരാവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഞാനിവിടെ 1 കപ്പ് ബോയിൽഡ് വാട്ടറാണ് ചേർത്തിട്ടുള്ളത്. 1 കപ്പ് ബോയിൽഡ് വാട്ടർ 1.25 കപ്പ് റവ, അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ള കണക്ക്. അത് അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും കുഴഞ്ഞു പോകാത്ത നല്ല വിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴന്നെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഹോട്ട് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം തീ നമ്മൾ സിമ്മിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ റവ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. കുറേശ്ശെ റവ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫുൾ റവയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ച് വെക്കണം. ഒരു 2-3 മിനിറ്റ് നമ്മൾ വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട്, വളരെ ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്കും റവയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളത് കുറച്ച് നേരം അങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് കുറച്ച് നമ്മൾ കഴിക്കാൻ നേരത്തെ ഇതൊന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ തവി വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒട്ടും ഒട്ടി പിടിക്കാത്ത നല്ല ഒരു അടിപൊളി ഉപ്പുമാവ് കിട്ടുന്നതാണ്. ഞങ്ങളന്ന് ഉപ്പുമാവിൻ്റെ കൂടെ ലിവർ ഫ്രൈ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിക്കൻ ലിവർ ഫ്രൈ, നല്ല കുരുമുളകിട്ട് വരട്ടിയ ലിവർ ഫ്രൈയും ഉപ്പുമാവും നല്ല കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരല്പം സാലഡും കൂടെ ഉണ്ടായിരുന്നു.
ഇനി ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അത് നോർമൽ പുട്ടല്ല, നമ്മുടെ ബീറ്റ്റൂട്ട് ഗോതമ്പ് പുട്ട്. ആദ്യം തന്നെ ബീറ്റ്റൂട്ട് നന്നായിട്ട് ചെറിയ സ്മോൾ പീസസ് ആക്കി കട്ടാക്കിയിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് മാവ് എടുത്ത് അതിലേക്ക് ഉപ്പ് ഇട്ടതിന് ശേഷം ഈ ബീറ്റ്റൂട്ട് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ബീറ്റ്റൂട്ടിലുള്ള ആ വെള്ളം തന്നെ മതിയാവും. ഇനി നമ്മളത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കട്ടകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടഞ്ഞ് നല്ല അടിപൊളി പുട്ടുപൊടിയായിട്ട് കിട്ടും. ഇനി നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്നത് പോലെ തേങ്ങാപ്പീരയിട്ട് അതിൻ്റെ മുകളിൽ ഈ പുട്ടുപൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ആവി കയറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് നമ്മളിത് ആവി കയറ്റിയെടുത്താൽ നല്ല അടിപൊളി പുട്ടാണ്. നല്ല കളർഫുള്ളാണ്. കുട്ടികൾക്കൊക്കെ പച്ചക്കറികൾ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അവരെ പറ്റിക്കാനുള്ള ഒരു വഴിയാണിത്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടും ചെറുപയർ കറിയും നല്ല അടിപൊളി മുളകിട്ട മീൻ കറിയും കൂടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്.